ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനു. നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററും LSS എക്സാമിനും അതുപോലെ തന്നെ നിങ്ങൾ ആനുവൽ എക്സാമിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഈ 2 എക്സാമിനും നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ് അളന്നും തൂക്കിയും എന്നുള്ള ചാപ്റ്റർ അല്ലെ. അപ്പോ ശരിക്കും പറയുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പ്രാക്ടീസ് ചെയ്ത് നോക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബോർഡിലേക്ക് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? 100 ml കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം നൽകുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കൂളിലെ ഓണസദ്യയുടെ ഒരുക്കങ്ങളാണ് ഇതൊക്കെ. സ്കൂളിലെ ഓണസദ്യയുടെ ഒരുക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പായസ വിതരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താ? 100 ml കൊള്ളുന്ന ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ട്, അതിലാണ് പായസം നൽകുന്നത്. അപ്പൊ 1000 ആളുകൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പായസം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ മക്കൾ ആദ്യം മനസ്സിലാക്കണം, ഈ ലിറ്റർ എന്ന് പറയുന്ന കണക്ക് മില്ലി ലിറ്ററുമായിട്ടുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം. ലിറ്ററും മില്ലി ലിറ്ററുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാ വരിക? 1000 ml ആണ് 1 ലിറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 1000 ml ആണ് 1 ലിറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഒരാൾക്ക് 100 ml വരുന്ന ഗ്ലാസ്സിലാണ് പായസം കൊടുക്കുന്നത്. എത്ര പേർക്ക് കൊടുക്കണം? 1000 ആളുകൾക്ക് കൊടുക്കണം. അപ്പൊ 1000 ആളുകൾ എന്ന് വരുമ്പോ 100 × 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 1,00,000 ml എന്ന് വരും. 1,00,000 ml, 1,00,000 ml വരും. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാ. അത് കഴിഞ്ഞ് വീണ്ടും അതിന്റെ കൂടെ 2 പൂജ്യവും കൂടെ ഇവിടെ അധികം ഉണ്ട് അല്ലെ. 1000 വരെ നമുക്ക് എന്ത് ചെയ്യാം, 1 എന്ന് കൊടുക്കാം. ആ 2 പൂജ്യം എന്ന് പറഞ്ഞാല് 100 എന്നുള്ള മീനിങ്ങിലേക്ക് വരും. അപ്പോ 1,00,000 ml എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. സോ നമ്മളോട് ചോദിച്ചത് ലിറ്ററിലാണ്. സോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചോദ്യത്തിന് മില്ലി ലിറ്ററിൽ നിന്നും ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, റെഡി? അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇപ്പൊ പറഞ്ഞതാണ് 1,00,000 അകത്ത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, 1000 വരുന്നത് വരെ ശ്രദ്ധിക്കുക. 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാ. എക്സ്ട്രാ 2 പൂജ്യം ഇല്ലേ, ആ 2 പൂജ്യം അതിന്റെ കൂടെ ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനും ചോദിച്ചത്. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാം എന്നാണ് കണക്കാക്കുന്നതെങ്കിൽ 100 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതിന് കിലോയുടെ കണക്കോ അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഗ്രാമോ കിലോഗ്രാമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല. അത് മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ നമ്മളാണെങ്കിൽ ഗ്രാമ, കിലോഗ്രാം, അതേപോലെ ക്വിന്റൽ, ടണ്ണ്, ഇതിന്റെയൊക്കെ അളവുകൾ കഴിഞ്ഞ ഒരു കുഞ്ഞി കണ്ടന്റിലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വാച്ച് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, അത് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം അരിക്ക് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാമെങ്കിൽ 100 കിലോയുടെ അരി ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കാമെന്നാണ് ചോദിച്ചത്. ഇതിന് ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് നമ്മളെ കമന്റ് ബോക്സിൽ. സോ ആരൊക്കെ ഇതിന് ആൻസർ പറഞ്ഞു എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഇത് നമ്മളെ ബോർഡിലേക്ക് ശ്രദ്ധിച്ചൊന്ന് നോക്കുക. അപ്പൊ ബോർഡിൽ നിങ്ങൾ എല്ലാവരും കാണുന്ന രീതിയിൽ എന്തുണ്ടായിരിക്കും, നമ്മള് പ്രാണ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പ്രാണ ബാച്ച് പോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. സോ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആനുവൽ എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതും നമുക്ക് 15% ഡിസ്കൗണ്ടിലാണ് ഇപ്പൊ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇരുന്ന് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ആനുവൽ എക്സാമും LSS എക്സാമും ഒക്കെ ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും മക്കളെല്ലാവരും ഫ്രണ്ട്സിനോടൊക്കെ അറിയിച്ചു കൊടുക്കുക. ദെൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്താണെന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക, നമ്മളെ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പൊ അടുത്തൊരു ലൈവിൽ അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, സീ യു.